ഹലോ ഫ്രണ്ട്സ്, മണന്തി ഫാംസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ അഗ്ലോണിമയുടെ ഒരു കോംബോ സെറ്റ് ആയിട്ടാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. DDDC സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ പ്ലാൻസ് കൊറിയർ അയച്ചു കൊടുക്കുന്നത്. ബൾക്കാണെങ്കിൽ KSRTC റെയിൽവേ പാഴ്സൽ സർവീസ് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി നമുക്ക് KSRTCയിൽ അയക്കുമ്പോൾ എത്ര ഹൈറ്റ് കൂടിയ പ്ലാൻസ് ആണെങ്കിൽ വളരെ റേറ്റ് കുറവാണ്. നിങ്ങളത് അവിടെ അടുത്തുള്ള സെൻറ്ററിൽ പോയിട്ട് കളക്ട് ചെയ്യണം. പക്ഷേ DDDCയിൽ വെച്ച് നോക്കുമ്പോൾ വളരെ റേറ്റ് കുറവാണ്. നമുക്ക് എത്ര ഹൈറ്റുള്ള പ്ലാന്റ് വേണമെങ്കിലും ഇപ്പോൾ എക്സാമ്പിൾ ഫ്രൂട്ട് പ്ലാന്റ്സ് നമുക്ക് അയക്കാനായിട്ട് പറ്റും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു. അത് കസ്റ്റമർക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്കത് എത്തിക്കാൻ സാധിച്ചു. അപ്പോൾ ബൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ആയിരിക്കും കൂടുതലായിട്ട് അയക്കാനായിട്ട് നല്ലതായിരിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കോംബോ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. 500 രൂപ റേറ്റ് വരുന്ന അഗ്ലോണിമയുടെ കോംബോ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം എല്ലാ കോംബോയിലും മാക്സിമം വെറൈറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റാണ്. തീരെ സീഡ്ലിങ്ങിൽ എന്നാൽ അത്ര ബിഗ് പ്ലാന്റും ഇല്ല, ഒരു മീഡിയം സൈസിലുള്ള പ്ലാന്റ്സാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ വീഡിയോ കാണുമ്പോൾ ഒത്തിരി പേര് നമ്മോട് ചോദിക്കാറുണ്ട് പ്ലാന്റ് കിട്ടിയപ്പോൾ. ചില കസ്റ്റമേഴ്സ് അതായത് പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ പ്ലാന്റാണ് കിട്ടിയത്. പക്ഷേ അതിലും ചില കസ്റ്റമേഴ്സ് പറയാറുണ്ട് എനിക്ക് ഞാൻ വീഡിയോയിൽ കണ്ടപ്പോൾ കുറച്ച് വലിയ പ്ലാന്റാണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നത്. കാരണം അത്ര വലിയ പ്ലാന്റും അല്ല, എന്നാൽ സീഡ്ലിംഗ് അല്ല. അത്യാവശ്യം നമുക്ക് ഇങ്ങനൊരു ഫോറസിയം പോട്ടിലാണ് പ്ലാന്റ്സ് വന്നിരിക്കുന്നത്. വിത്തൗട്ട് പോട്ടാണ് നമ്മൾ പ്ലാന്റ്സ് അയച്ചു കൊടുക്കുക. ഇപ്പോൾ ആർക്കെങ്കിലും പോട്ട് അങ്ങനെ കമ്പൽസറി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് സെപ്പറേറ്റ് പാക്ക് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ കോംബോ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മളൊരു പിങ്ക് പന്തീറിൻ്റെ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിങ്ക് സ്വാഡിൻ്റെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. തേർഡ് വൺ ട്രൈ കളറാണ്. അത്യാവശ്യം നല്ല മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. തേക്കണ്ടെങ്കിൽ നമുക്ക് കണ്ടല്ലോ നല്ല ഷെയ്ഡൊക്കെ കയറിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇതും പിങ്ക് പന്തീറിൻ്റെ ഒരു പ്ലാന്റാണ്. പ്ലാന്റിൻ്റെ സൈസ് കൊണ്ട് നല്ല ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇത് പിങ്ക് സ്വാഡിൻ്റെ ഒരു പ്ലാന്റ്. ഇതും അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ്. ഈ 3 പ്ലാന്റിന് റേറ്റ് വരുന്നത് 500 റുപ്പീസാണ്. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത്. DDDC നമുക്ക് പ്ലാന്റ്സ് അയക്കാനായിട്ട് മിനിമം റേറ്റ് വരുന്നത് 70 റുപ്പീസാണ്. സ്പീഡ് പോസ്റ്റാണ് കൂടുതലായിട്ടും ഹോം ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നല്ല ഫസ്റ്റത്തെ ഒരു കോംബോ. 3 പ്ലാന്റ് 500 റുപ്പീസ്. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത്. അപ്പോൾ പ്ലാന്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡിസ്പ്ലേയിലെ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഫസ്റ്റത്തെ കോംബോ. സെക്കൻഡ് കോംബോയിൽ തായ്ലൻഡ് റെഡിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. ഇത് ഷെയ്ഡ് ഇങ്ങനെ ജസ്റ്റ് കയറി വരുന്നതേ ഉള്ളൂ. കണ്ടല്ലോ, റെഡാണ് വരുന്നത്. ഇത് നല്ല പ്യുവർ റെഡ് ആയിട്ട് വരും. അടുത്തത് ഇത് ബിഗ് റോയുടെ ഒരു പ്ലാന്റാണ്. ഇത് അത്യാവശ്യം നമുക്ക് നല്ല ബിഗ് സൈസുള്ളൊരു പ്ലാന്റാണ്. ഇത് ബോക്സിൻ്റെ ഒരു പ്ലാന്റ്, നല്ല ബുഷിയായിട്ടുള്ള, ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ. 3 പ്ലാന്റ് 500 റുപ്പീസ്. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇതാണ് സെക്കൻഡ് കോംബോ. ഇതാണ് തേർഡ് കോംബോ. ഇതിൽ നല്ല മെച്യൂർഡ് ആയിട്ടുള്ള നമ്മുടെ ചൈന റെഡിൻ്റെ ഒരു പ്ലാന്റാണ്. ഇത് ലീഫ് കണ്ടല്ലോ, ഫുള്ള് പിങ്ക് ഷെയ്ഡ് കയറിയിട്ടുള്ള നല്ല മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. അതുപോലെ തന്നെ ഇത് റെഡ് സ്റ്റാർഡസ്റ്റിൻ്റെ ഒരു പ്ലാന്റാണ്. ഇത് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇത് ഷെയ്ഡൊക്കെ കയറി വന്നിട്ടുണ്ട്. നമ്മുടെ തേർഡ് വന്ന പ്ലാന്റ് പറയുന്നത് വൈറ്റ് അജ്മൻ്റെ ഒരു പ്ലാന്റാണ്. ഇതേ ഇത് അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ്. സൈസ് കണ്ടല്ലോ. 3 പ്ലാന്റ് 500 റുപ്പീസ്. സ്റ്റാർഡസ്റ്റൊക്കെ എത്രയാണ് റേറ്റ് എന്നുള്ളത് നമ്മുടെ എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റാണ്. അത്യാവശ്യം നല്ല സൈസൊക്കെ ആയിട്ട് തന്നെ അത്യാവശ്യം നല്ല കോസ്റ്റ് ആയിട്ടൊരു പ്ലാന്റ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ചൈന റെഡും. അത് അത്യാവശ്യം നല്ല കോസ്റ്റ് ആയിട്ട് പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോംബോ പോലെയാണ് ഞാൻ ഈ 3 പ്ലാന്റ് വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് തൈ കാണുന്നുണ്ട്. ഇത് ഷൂട്ടാണെന്നുള്ളത് കറക്റ്റ് കൺഫേം അല്ല. 3 പ്ലാന്റ് 500 റുപ്പീസ്. പ്ലാന്റ്സ് റീസെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് 4th കോംബോ. ഈ ഒരു പ്ലാന്റിൻ്റെ ഐഡിയ എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. നല്ല ഗ്രീൻ ഷെയ്ഡാണ്. അതിലിങ്ങനെ പിങ്ക് ഡോട്ടും ജസ്റ്റ് ലൈൻസൊക്കെയാണ് വരുന്നത്. ഐഡിയ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റാണ്.
ഇതിലടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ റെഡ് പനാമയാണ്. ഇതും നല്ല റെഡ് ഷെയ്ഡ് കയറി വരുന്ന പ്ലാന്റാണ്. ഇതിനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് ചെറിയ പ്ലാന്റാണ്. റെഡ് പനാമയിലും അത്യാവശ്യം നല്ല കോസ്റ്റ് ആയിട്ടൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് പനാമയുടെ ഒരു പ്ലാന്റ്. ഈ ഒരു പ്ലാന്റ് ഇത് നമ്മുടെ പിങ്ക് അജ്മനാണ്. ഇത് അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള പ്ലാന്റാണ്. ഇതാണ് ലാസ്റ്റത്തെ കോംബോ വരുന്നത്. 3 പ്ലാന്റ് 500 റുപ്പീസ്. കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് വരുന്നത്. പ്ലാന്റ് വേണ്ടവർ മെസ്സേജ് അയയ്ക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.